ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, കെയ്റോസ് അനുഭവം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? ആ കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ അതിശക്തമായി ആ വ്യക്തി തീരുമാനമെടുക്കണം. ആ തീരുമാനം പ്രാവർത്തികമാക്കണം. നിങ്ങളുടെ മുമ്പിൽ ഇത് മനസ്സിലാക്കാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39 മുതലുള്ള വചനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചോളൂ. അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ അഥവാ പാറ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് ആര് മുഖാന്തിരമാണ് യേശുവിന്റെ പക്കലെത്തിയത്? പറഞ്ഞേ, ഇപ്പൊ വായിച്ചല്ലോ. അന്ത്രയോസ് സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. സ്നാപക യോഹന്നാൻ ഈശോയെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി മുതൽ ഇവനെയാണ് നിങ്ങൾ അനുഗമിക്കേണ്ടത്. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ കെയ്റോസ് അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എടുത്ത ശക്തമായ നിലപാടെന്താ? സ്വന്തം സഹോദരനെ, അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, ആദ്യം തന്നെ ശിമയോന്റെ അടുക്കൽ, സ്വന്തം സഹോദരന്റെ അടുക്കൽ ചെന്നിട്ടാണ് ഈ അന്ത്രയോസ് പറയുന്നത്, ഞങ്ങൾ യേശുവിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരുടെ അടുക്കൽ ചെന്നിട്ട്? സ്വന്തം സഹോദരന്റെ അടുക്കൽ ചെന്നിട്ടാണ് ഈ അന്ത്രയോസ് പറയുന്നത്, ഞാൻ യേശുവിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. കെയ്റോസ് അനുഭവം ലഭിക്കുന്ന ഒരു വ്യക്തി എടുക്കുന്ന ഒരു തീരുമാനം, തൻ്റെ ഈ വലിയ യേശു അനുഭവം സ്വന്തം കുടുംബത്തിൽ, സ്വന്തം സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ആ ദേശത്തിന് കൊടുക്കാനുള്ള വലിയ ഒരു തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നിനക്കെന്തിനാണ് ഒരു ക്രിസ്തു അനുഭവം ലഭിക്കുന്നത്? കെയ്റോസ് അനുഭവം കിട്ടുന്ന എന്തിനാ? നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണം. അന്ത്രയോസ് പത്രോസിനെ, ശിമയോനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അന്ത്രയോസ് ഒരാളെ കൊണ്ടുവന്നുള്ളൂ. അന്ത്രയോസ് എത്ര പേരെ കൊണ്ടുവന്നു? ഒറ്റൊരു മനുഷ്യനെ കൊണ്ടുവന്നില്ല. അന്ത്രയോസ് ഇതാ ശിമയോനെ, സ്വന്തം സഹോദരനെ കൊണ്ടുവന്നുള്ളൂ. എന്നാൽ നിങ്ങൾക്കറിയോ, ഈ പത്രോസാണ് പിന്നീട് ഒറ്റ പ്രസംഗത്തിലൂടെ 3000-ലധികം പേരെ, പന്തക്കുസ്ത ദിനത്തിൽ 3000-ലധികം പേരെ യേശുവിൻ്റെ ശിഷ്യരായി മാറ്റിയത്. ഈ പത്രോസാണ് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി മാറുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്രയോസ് എടുത്ത ഒരു കുഞ്ഞു തീരുമാനം എത്രയോ വലിയ അനുഗ്രഹമായി മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, നീ എടുക്കുന്ന ഒരു തീരുമാനം, നിന്റെ ഉള്ളിൽ നിനക്ക് കിട്ടിയ ദൈവകൃപ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നീ എടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്നിലൂടെ അനേകർ യേശുവിനെ തിരിച്ചറിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളിൽ പലരും അറിഞ്ഞു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എന്നും രാവിലെ ധ്യാന ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു ബ്രദറിൻ്റെ പ്രഭാത പ്രാർത്ഥനയോടുകൂടിയാണ്. ആരാ? ബ്രദർ ജെയ്മി. ഈ പോട്ടാശ്രമത്തിൽ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വചനം പറയുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കാൻ വലിയ ഒരു ശുശ്രൂഷകനെ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ബ്രദർ ജെയ്മി മേനാച്ചേരി. അദ്ദേഹം മരിച്ചു. 40 വർഷത്തോളമായി, 1-2 40 വർഷത്തോളം പോട്ടാശ്രമത്തിലെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പ്രമ്പലച്ചനോടും ജോർജ് പനക്കലച്ചനോടും ചേർന്നുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ശുശ്രൂഷകൾ സഹായിച്ചു നിന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഈ പോട്ടാശ്രമത്തിലെ ശുശ്രൂഷകളിൽ പാട്ടുപാടാനുണ്ട്, വചനം പറയാനുണ്ട്, വചനോത്സവം എന്ന് പറയുന്ന മാസിക അടുക്കി വെക്കാനുണ്ട്,
ഭക്ഷണം വിതരണം ചെയ്യാൻ, ഉച്ച സമയത്ത് ബ്രെഡും കരിങ്ങാലി വെള്ളവും കൊടുക്കാനുണ്ട്. അങ്ങനെ ശുശ്രൂഷ മുന്നോട്ട് നീങ്ങി പിന്നീട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് മുരിങ്ങൂരിലേക്ക് താമസിച്ചുള്ള ധ്യാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷയിൽ അന്ന് മുതൽ 40 വർഷത്തോളം മുടങ്ങാതെ എന്നും രാവിലെ ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷ ആരംഭം കുറിക്കുന്നതും അവസാനം കുറിക്കുന്നതും ഈ ബ്രദർ ജെയ്മിയിലൂടെയാണ്. ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ധ്യാനം കൂടിയിട്ടുള്ള ഒരു കൈപൊക്കിക്ക് ഒട്ടുമുക്കാലും പേര് ധ്യാനം കൂടിയിട്ടുള്ളവരാണ്. ഞാൻ ഈ പറയുന്നത് അനുഭവിച്ചിട്ടുള്ളവരാണ്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർക്കും അറിയാം. ബ്രദർ ജെയ്മി രാവിലെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് രാത്രി എല്ലാവരെയും കിടക്കാൻ വിട്ടിട്ട് അദ്ദേഹം സ്വസ്ഥമാവുന്നത്. കഴിഞ്ഞ 40 വർഷത്തോളമുള്ള ശുശ്രൂഷ ജീവിതം, കുഞ്ഞു കുഞ്ഞു ശുശ്രൂഷകളോടെ ആരംഭിച്ച് അൾത്താരയോട് ചേർന്ന് നിൽക്കും. അൾത്താരയോട് ചേർന്ന് നമുക്ക് വിശ്വസിക്കാം, അൾത്താരയോട് ചേർന്ന് നിൽക്കാനായിട്ട് എടുത്തൊരു തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പല അനുഭവങ്ങളുടെ നടുവിലും ശാരീരികമായ പീഡകളുടെ നടുവിലും ശുശ്രൂഷ വിട്ടിട്ടില്ല എന്നും നിങ്ങൾ ശ്രദ്ധിച്ചോണം. പല ഞെരുക്കങ്ങളും ഭാരങ്ങളും ശുശ്രൂഷ വിട്ടിട്ടില്ല. ശുശ്രൂഷ അൾത്താരയില്ലാതെ, അൾത്താരയോട് ചേർന്ന് ശുശ്രൂഷ ഇല്ലാതെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ശുശ്രൂഷ ഇല്ലാത്തൊരു ശനിയാഴ്ച ദിവസം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ചാലക്കടി സെന്റ് മേരീസ് പള്ളിയിൽ അൾത്താരയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ശുശ്രൂഷ ഇല്ലാത്ത ദിനങ്ങളിൽ പോട്ടാശ്രമത്തിൽ വർഷങ്ങളോളമല്ലേ നമ്മുടെ ഈ പോട്ട ആശ്രമത്തിലെ കുട്ടികളെ കാറ്റഗിസം പഠിപ്പിക്കുന്നതിന് അതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട്, അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന സമയത്തിൻ്റെ എല്ലാം 100% ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ എടുക്കുന്ന തീരുമാനം. ഇതിവിടെ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, ഇതുപോലെ ഈശോയെ കൊടുക്കാൻ എനിക്കും നിനക്കും ഒരു കടമയുണ്ട്. കെയ്റോസ് അനുഭവം കിട്ടിയ വ്യക്തിയുടെ നിലപാടെന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയെ കൊടുക്കാനുള്ള തീരുമാനം. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകട്ടെ എന്ന് കരുതിയിരിക്കാനല്ല, നിനക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ ഈശോയെ കൊടുക്കാനുള്ള തീരുമാനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ധ്യാന ദിവസങ്ങളിലൊക്കെ വലിയൊരു അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ വരും, അച്ഛാ എനിക്കും വചനം പറയണം. ഞാൻ പറയും, നല്ല കാര്യം ചേട്ടാ, വചനം പഠിച്ചു തുടങ്ങിക്കോ. അല്ലച്ചാ, എന്നാ ഞാൻ പ്രസംഗിക്കേണ്ടത്? പ്രസംഗിക്കാൻ അൾത്താരെ കയറുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം, കിട്ടിയ ഈ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ നിന്റെ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ടവർക്ക്, നിന്റെ അയൽവാസികളോടൊന്ന് പങ്കുവെച്ചുകൂടെ? എന്നിട്ട് നമുക്ക് 10,000ങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാം. അതിനു മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം, അന്ത്രയോസ് സ്വന്തം സഹോദരൻ്റെ അടുക്കെ ചെന്നു. അങ്ങനെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷകൻ വെറുതെ എഴുതി വെച്ചതല്ല. നമ്മൾ സുവിശേഷ ശുശ്രൂഷ ആരംഭിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, ഇച്ചിരി വിഷമം ഉണ്ടാവും എനിക്കറിയാം, എങ്കിലും പറഞ്ഞു കൊടുത്തേ, സുവിശേഷ ശുശ്രൂഷ ആരംഭിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. പറഞ്ഞുകൊടു. നാട്ടിൽ നടന്ന് പറയുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ ശുശ്രൂഷ ആരംഭിക്കണം. സ്വന്തം വീട്ടിൽ അന്ത്രയോസ് ആദ്യ ശുശ്രൂഷ ആരംഭിച്ചത് സ്വന്തം സഹോദരൻ്റെ അടുക്കെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഈശോയെ കണ്ടു. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഈശോയെ കണ്ടു എന്ന് പറഞ്ഞ അന്ത്രയോസ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് കേട്ട ശിമയോന്റെ ഉള്ളിൽ കടന്നു വരുന്ന മാറ്റം, അത്ഭുതകരമായ മാറ്റം. ഈ ശിമയോനാണ് ചരിത്രം തന്നെ കീഴ്മേൽ മറിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് സ്വന്തം സഹോദരൻ അന്ത്രയോസിൻ്റെ ഒരു കുഞ്ഞു വാക്കുണ്ട്, ഞാൻ ഈശോയെ കണ്ടു. ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾക്ക് പലർക്കും ഇതുപോലെ പറയാനുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഈ പോട്ട ആശ്രമത്തിലോട്ട് വന്നത്, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും. നിൻ്റെയൊക്കെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, എൻ്റെ കൂട്ടത്തിൽ വാ നമുക്കൊന്ന് പോട്ട ആശ്രമത്തിൽ പോകാം. അങ്ങനെ ആരൊക്കെയോ നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താ നമ്മുടെ കടമ? നമ്മൾ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാൻ, കെയ്റോസ് അനുഭവം കിട്ടിയ വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയെ കൊടുക്കാനുള്ള ശക്തമായൊരു തീരുമാനം. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊരു നിലപാടാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റെടുക്കേണ്ട വലിയൊരു നിലപാട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഈ അന്ത്രയോസ് പത്രോസിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താ? സ്വന്തം സഹോദരന്റെ ജീവിതത്തിൽ യേശുവിനെ കൊടുത്തു എന്നതിൻ്റെ അർത്ഥം ആ കുടുംബത്തിലേക്ക്
യേശു ഒരു രക്ഷകനായി കടന്നു വന്നു. അപ്പസ്തോല പ്രവർത്തനം 16:31 അറിയാമല്ലോ, പറഞ്ഞേ. അപ്പസ്തോല പ്രവർത്തനം 16:31 ഒച്ചത്തിൽ പറഞ്ഞേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ടോ? അപ്പൊ ഇവിടെ വന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വെറുതെ അല്ലെന്ന്. എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. പറഞ്ഞേ ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? അതോ നമ്മളിൽ പലരും ചിന്തിച്ചത് എൻ്റെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ, അതുങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ. അങ്ങനെയല്ലെന്ന്. ഇവിടെ വന്നിരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചോണം, ഞാൻ എടുത്ത ഈ തീരുമാനത്തിലൂടെ ദൈവം എൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ തന്നെ വചനം അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പറഞ്ഞു കൊടു, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവചനം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 24 വേഴ്സ് 15. 15-ാം വചനത്തിന്റെ അവസാനം ഒരു കുഞ്ഞു വചനമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. എൻ്റെ കൂടെ നേറ്റ് പറഞ്ഞേ, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഹല്ലേലൂയാ. ഇതൊരു തീരുമാനമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം. കൈറോസ് അനുഭവം കിട്ടുന്ന ഓരോരുത്തരും ചിന്തിക്കണം, ഇതെനിക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കാനല്ല, എന്നിലൂടെ അനേകർ ഈ അനുഗ്രഹം പ്രാപിക്കണം. അന്ത്രയോസിലൂടെ ശിമയോൻ എന്ന പത്രോസ് കടന്നു വന്നതുപോലെ നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണം. നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണം. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് ഇതും കൂടെ പറഞ്ഞു കൊടുത്തേ, നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കേട്ടോ, നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. അതിനെന്ത് ചെയ്യണം? നമ്മൾ വാ തുറന്ന് ഇത് പറയണം. കിട്ടുന്ന അനുഗ്രഹങ്ങൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കാനല്ലെന്ന്, മറിച്ച് കൈറോസ് അനുഭവത്തെ ദൈവജനത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രഖ്യാപിക്കണം. തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങളോട് പറഞ്ഞു കൊടുക്കണം, അയൽവാസികളോട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ശുശ്രൂഷ മേഖലകൾ പറഞ്ഞു കൊടുക്കണം. ഇത് വലിയൊരു ദൈവിക ഇടപെടലായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ തുടർന്ന് പരിശുദ്ധ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. എൻ്റെ പ്രിയരെ, ഈശോ ഇടപെടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈറോസ് അനുഭവമാണ്. യേശുവിനെ കണ്ടുമുട്ടിയ അന്ത്രയോസും കൂടെയുള്ള ശിഷ്യന്മാരും നമുക്ക് മുമ്പിൽ വലിയ ഒരു മാതൃക നൽകുകയാണ്. ഇതുപോലെ അനേകർക്ക് അനുഗ്രഹമായി തീരാനുള്ള കൃപ. മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നോളം എന്നെ കരം പിടിച്ചു നടത്തിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒരു നിമിഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം ഇന്നോളമുള്ള ജീവിതത്തിൻ്റെ പല വഴികളിൽ നമ്മളെ അതിശക്തമായ അനുഭവങ്ങൾ നൽകി നമ്മളെ നയിച്ചവനാണ്.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഈ കൈറോസ് അനുഭവം നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ പല സമയങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. ആരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുകയാണ്, എനിക്ക് മാത്രം ഒരു ദൈവാനുഭവം ഉണ്ടായിട്ടില്ല, എന്നെ ദൈവത്തിന് വേണ്ട, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ എന്നിങ്ങനെ ഏതെങ്കിലും തെറ്റായ ഒരു ചിന്താഗതി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, ഇതാ ഈശോ ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്നോട് പറയുന്നു, മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ഇന്നോളം ഞാൻ നിന്നെ നടത്തി വളർത്തി അനുഗ്രഹിച്ചു. ഒരുപക്ഷെ പലപ്പോഴും നമുക്കിത് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇതൊരു തിരിച്ചറിവിൻ്റെ സമയമാണ്. ദൈവം നിന്നെ നടത്തി എന്ന് അംഗീകരിക്കാനും സ്നേഹിക്കാനും പ്രഖ്യാപിക്കുവാനും ദൈവം ഒരുക്കിയൊരു സമയം. ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക. നമ്മുടെ വീട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന പശ്ചാത്തലങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വിദ്യാഭ്യാസ രീതി, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മൾ എന്തായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ ആയിരുന്ന അവസ്ഥയിൽ കർത്താവ് എത്രയോ ശക്തമായിട്ടാണ് ഇടപെട്ടത്. ഈ അൾത്താരയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ മാത്രം നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? കർത്താവ് തന്നത് മാത്രമല്ലേ ഉള്ളൂ. ദൈവം നിന്നെ നിർത്തിയതാണ്, ദൈവം നിന്നെ നടത്തിയതാണ്, ദൈവം നിന്നെ കരം പിടിച്ച് നടത്തിയതാണ്. പരാതിപ്പെടാനൊന്നുമില്ല. എല്ലാ നേട്ടങ്ങൾ മാത്രം, ദൈവം തന്നത് മാത്രം. നമ്മുടേതെന്ന് അവകാശപ്പെടാൻ നമുക്കൊന്നുമില്ല. നമ്മുടേതെന്ന് അവകാശപ്പെടാൻ നമ്മുടെ കുറെ പാപങ്ങളും ബലഹീനതയും മാത്രം. ബാക്കിയെല്ലാം ദൈവം തന്നതല്ലേ. എൻ്റെ പ്രിയരെ, നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇത് വിശ്വസിക്കണം. ഈ കാലഘട്ടത്തിൽ ലോകത്തോട് വിളിച്ചു പറയേണ്ട സത്യം, എൻ്റെ ജീവിതത്തിൽ കൈറോസ് അനുഭവങ്ങൾ ഉണ്ട്. ദൈവം എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് കണ്ടില്ല പല സമയങ്ങളിലും. എന്നാൽ ഇപ്പോൾ ഈ ആരാധന സമയത്ത് തിരിച്ചറിയുന്നു, എന്നെ ദൈവം ശക്തമായി നിർത്തിയതാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഇതൊരു തീരുമാനമാണ്. ദൈവം നടത്തിയ വഴികളെ തിരിച്ചറിഞ്ഞ് നന്ദി പറയാനുള്ള തീരുമാനം, പരാതിപ്പെടാനല്ല. നമ്മൾ എന്നും പ്രശ്നങ്ങളിലേക്ക് നോക്കി പരാതിപ്പെട്ടും വെറുപെറുത്തും ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് നിന്നെ നടത്തിയ വഴികളോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയരതേ, ഈ സമയം മാതാപിതാക്കളെ ഓർത്തൊന്ന് സ്തുതിച്ചേ. നിനക്ക് ദൈവം തന്ന മാതാപിതാക്കളെ ഓർത്ത് സ്തുതിക്കുക. നിന്റെ സഹോദരങ്ങളെ ഓർത്ത് സ്തുതിക്കുക. നിന്റെ ഇന്നത്തെ അവസ്ഥയെ ഓർത്ത് സ്തുതിക്കുക. ഒരുപക്ഷെ ചിലരുടെ ഉള്ളിൽ വലിയ ഭാരം തോന്നും. എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്തുകൊണ്ട് എന്ത് സ്തുതിക്കാനാണ്? അങ്ങനത്തെ ഒരാളെ കിട്ടിയതല്ലേ എൻ്റെ നാശം. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എങ്കിൽ കർത്താവ് അതിൽ വിശുദ്ധീകരിക്കും. ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകും. നിന്റെ സ്തുതിപ്പും നിന്റെ പ്രാർത്ഥനയും നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നിന്നിലൂടെ നിന്റെ കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. സഹോദര, സഹോദരി, സ്തുതിക്കാനൊരു തീരുമാനമെടുക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, യേശുവേ, ഇന്നോളം നടത്തിയ വഴികളോർത്ത് ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിത അനുഭവങ്ങളോർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, എന്നത്തെ എൻ്റെ രോഗപീഠകളെ ഓർത്ത് സ്തുതിക്കുന്നു. എൻ്റെ സാമ്പത്തിക തകർച്ചകളെ ഓർത്ത് സ്തുതിക്കുന്നു. എനിക്കുണ്ടായ ബന്ധ തകർച്ചകളെ ഓർത്ത് സ്തുതിക്കുന്നു. കാരണം ആ തകർച്ചകളെല്ലാം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ദൈവം നിന്നെ ഇത്രത്തോളം നടത്തി, ഇത് വലിയൊരു അനുഗ്രഹമാണ്. വിശ്വസിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. നാവ് തുറന്ന് പ്രാർത്ഥിച്ച്, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്, അത്ഭുതകരമായ കൃപ നിന്നിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. ഒരു പുതിയ ശക്തി സംഭവിക്കപ്പെടട്ടെ. പരാതിപ്പെടാതെ സ്തുതിക്കാനുള്ള തീരുമാനം, പരാതിപ്പെടാതെ പ്രാർത്ഥിക്കാനുള്ള തീരുമാനം, ഇത് ശക്തമായൊരു നിലപാടാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. കൈയടിച്ചേ. ആരാധനയുടെ സമയം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് ദൈവം തന്നിരിക്കുന്ന സമയം ഇതാണ്. നീ കൈയടിക്കുമ്പോൾ, നീ പാട്ട് പാടുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ കൃപ സംഭവിക്കുക, ശക്തമായ കൃപ സംഭവിക്കുക. കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിച്ച് സന്തോഷത്തോടെ പോരാ, നന്നായിട്ട്. ദൈവ
തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ആമേൻ. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു തന്നോരെല്ലാം ദൈവത്തെ ആരാധിക്കാം. ആമേൻ. ചേർന്ന് ദൈവം തന്നോരെല്ലാം ദൈവത്തെ ആരാധിക്കാം. ആമേൻ. ദൈവം യെസ്. ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ഘോഷത്തോടെ ആടി പാടി ആടി പാടി നമ്മൾ ആമേൻ. ദൈവത്തെ ആരാധിക്കാം. പഠിക്കേ പഠിക്കേ താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ഘോഷത്തോടെ ആടി പാടി ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് ഈശോയെ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്, ഓ കർത്താവേ, ഒരു പുതിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ദൈവമക്കളിലേക്ക് വെളിപ്പെടാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുക്കട്ടെ. ഒരു പുതിയ കൃപ, ഒരു പുതിയ ശക്തി ദൈവമക്കളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നോളം ചൊരിഞ്ഞ ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചേ. ദൈവകൃപ കിട്ടിയ, ദൈവ അനുഭവം കിട്ടിയ നീ എപ്രകാരമാണ് ഈ കൃപ മറ്റുള്ളവർക്ക് ഇന്നോളം കൊടുത്തിട്ടുള്ളത്? ആ ദൈവാനുഭവം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിൽ നിനക്ക് വീഴ്ചകൾ സംഭവിച്ചോ? എങ്കിൽ ഈ സമയം ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ വീട്ടിൽ നിനക്ക് കിട്ടിയ കൃപ പങ്കുവയ്ക്കുന്നതിൽ നിനക്ക് ഏതെങ്കിലും തരത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ? സ്വന്തം ജീവിത പങ്കാളിയോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് നിന്റെ ജീവിത പശ്ചാത്തലത്തിൽ നീ സുവിശേഷം പ്രസംഗിക്കേണ്ട വ്യക്തിയല്ലേ? കിട്ടിയ കെയ്റോസ് അനുഭവം പങ്കുവെക്കേണ്ട വ്യക്തിയല്ലേ? അങ്ങനെ സാധിച്ചിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഇതാ 39-ാം തിരുവചനം മുതൽ പറയുന്നു, അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. 41-ാം തിരുവചനം എനിക്കും നിനക്കുമുള്ള വലിയ ഒരു ശ്രദ്ധയുടെ വചനമാണ്. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. ആദ്യമേ സ്വന്തം സഹോദരനായ ശിമയോനെ കണ്ട്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരനോട്, സഹോദരിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് കിട്ടിയ ദൈവ അനുഭവം പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എപ്രകാരമാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്? ഈശോയെ, ഈ പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള വിളിയാണ് എൻ്റെത്. കർത്താവേ, സാഹചര്യങ്ങൾ അനുകൂലമായിട്ടല്ല, എല്ലാം ഒരുക്കപ്പെട്ടിട്ടല്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ, എൻ്റെ വീട്ടിൽ ഇന്നത്തെ കണ്ണുനീരിൻ്റെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കും. ഓരോ വ്യക്തിയും ഉള്ളിലത് തീരുമാനമെടുക്കുക. ഈശോയെ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ കൂമ്പാരം പോലെ കിടക്കുന്നതിന് കാരണം യേശു സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ? കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങളെ എല്ലാം സ്നേഹത്തോടെ വിളിച്ചിരുന്ന നീ ഇപ്പോൾ നീ ആരെയും വിളിക്കാതെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് ഇത് മതി എന്ന് ചിന്തിക്കുകയാണോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് മറ്റുള്ളവരെ നീ ക്ഷണിക്കണ്ടേ? ദേവാലയത്തിലേക്ക് പോകുവാൻ കുടുംബാംഗങ്ങളെ നീ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ടോ? അതോ നീ തന്നെ ഒറ്റയ്ക്ക് പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്
നിനക്ക് മാത്രം ദൈവാനുഭവം കിട്ടി, അത് മതിയോ? നിന്റെ കുടുംബത്തിലുള്ളവർ നിന്നിലൂടെ അനുഗ്രഹം പ്രാപിക്കണ്ടേ? ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു ധ്യാനത്തിന് വേണ്ടി, വചനാഭിഷേകത്തിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹത്തോടെ ക്ഷണിക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലുമൊക്കെ തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുക. എൻ്റെ കുടുംബത്തിന് വേണ്ടി എത്രത്തോളം ഞാൻ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, അങ്ങ് അത്ഭുതകരമായൊരു കൃപ എൻ്റെ കുടുംബത്തിലേക്ക് ചൊരിയണമേ. ആ വലിയ പ്രാർത്ഥന മനസ്സിൽ നിറയ്ക്കുക. ഈശോയെ, ഈ പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ എൻ്റെ കുടുംബത്തെ, ജീവിത നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. വിശ്വസിക്കുക. കർത്താവേ, ഇടപെടണമേ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. തുടർന്ന് പരിശുദ്ധ ആരാധനയുടെ ആശീർവാദം നീ സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിക്കണം, എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് ചൊരിയുന്ന വലിയൊരു കൃപയാണ്. ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ദേശത്തിൻ്റെ മേലും കർത്താവെ അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ. കൈറോസ് അനുഭവത്തിൽ എന്നെ നയിക്കണമേ. വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.